നമ്മുടെ മലയാള സിനിമേനെ ഒരു ടോട്ടൽ ഇന്ത്യയിലേക്ക് ഓൾ ക്രൗഡിലേക്ക് 300 ക്ലബിൽ ഒരു സിനിമ വരുന്നു. അത് നമ്മുടെ നായിക പ്രാധാന്യമുള്ള സിനിമ വരുന്നു. അത് ലാലേട്ടൻ ഇങ്ങനെ ബ്രേക്ക് റെക്കോർഡുകളൊക്കെ തകർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലാലേട്ടൻ്റെ സുഹൃത്തിന്റെ മകള് വന്നിട്ട് ആ റെക്കോർഡ് തകർത്തിട്ട് ഇപ്പോ എമ്പുരാൻ വന്ന് തുടരും ഇതിനെ രണ്ടിനെയും കടത്തി വെട്ടിയ സിനിമ അതേ വർഷം തന്നെ വന്നു എന്ന് പറയുന്ന മോളിവുഡിന്റെ ഒരു നല്ലൊരു ഇത് നമുക്ക് ഇത്രയും ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആ ഉണ്ടാക്കി വെച്ച ഒരു പാത്ത് ശരിക്കും ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുത്തത് ലോകയാണ്. മൂവി കണ്ടന്റ് വൈസ് ഇറ്റ് വാസ് എൻ അമേസിംഗ് മൂവി. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൺസെപ്റ്റും അല്ല. പിന്നെ VFX ആണെങ്കിലും എഡിറ്റിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ. കാരണം എനിക്കൊന്ന് ഈ ഒരു മിത്തും ഐതിഹ്യമാലേക്ക് ഇതിനകത്ത് കണക്ട് ആകുന്നത് അതായത് ഈ നീലി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് ഈ ഒരു പ്രേതത്തിന് ഒരു ബാക്കൊരു പേരിടാൻ വേണ്ടി അവർ എടുത്തു കഴിഞ്ഞപ്പോഴേക്കാണ് നീലി എന്നൊരു ക്യാരക്ടർ അതിനകത്ത് വരികയും അതിനെ തുടർന്നാണ് ഈ പറഞ്ഞ ചാത്തനാണല്ലോ ഒടിയനാണല്ലോ ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം ആ മൂവിക്കകത്തേക്ക് വരുന്നതും ഇത്രയും വലിയ നമുക്കൊരു അവഞ്ചേഴ്സ് ആയി. ഇനി ഇഷ്ടം പോലെ കിടക്കില്ലേ 5 പാർട്സ് 5 ഭാഗമുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ OTT റേറ്റിംഗ് കൂടി. മലയാള സിനിമകളിൽ എല്ലാവരും ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറി തുടങ്ങി.